കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കാ നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ കരുണയാൽ നിറഞ്ഞ അങ്ങയുടെ തിരുഹൃദയം ഞങ്ങളിലേക്ക് തുറന്നിരിക്കുന്നതിനാൽ ഇന്ന് ഞങ്ങൾ പ്രത്യാശയോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ദൗർബല്യങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ മറച്ചു വെച്ച് മുറിവേറ്റ ഹൃദയങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനം, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു എന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്കുള്ള ആരാധനയായി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ അങ്ങയുടെ സ്നേഹത്തിൽ അഭയം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മനോഭാവം കരുണയാണ്. അവൻ നിന്റെ അരികിലേക്ക് വരും. തകർന്ന ഹൃദയങ്ങളെ അവൻ അവഗണിക്കുകയില്ല. നീ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്ന നിമിഷത്തിൽ അവൻ നിന്റെ അരികിൽ എത്തിച്ചേരും. അന്ന് ബേഥസ്ദ കുളക്കരയിൽ 38 വർഷം തളർവാദത്തിൽ കിടന്നിരുന്നവൻ്റെ അരികിലേക്ക് കരുണയോടെ ഈശോ വന്നു. ആരും ശ്രദ്ധിക്കാതെ ഒറ്റപ്പെട്ടു പോയ ആ രോഗിയുടെ കിടക്കക്കരികിൽ സ്വർഗത്തിൻ്റെ സാന്നിധ്യം നിലകൊണ്ടു. ഈശോ ചോദിച്ചു, നീ സുഖം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. ഈശോ സ്നേഹത്തോടെ ചോദിച്ച ഈ ഒരു വചനത്തിലൂടെ അവൻ എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പിൻ്റെ നീണ്ട വർഷങ്ങൾ ഒരു നിമിഷത്തിൽ അവസാനിക്കുകയാണ്. ആ ദൈവമാണ് ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്നത്. ആ തമ്പുരാനിലേക്ക് പൂർണ്ണമായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ആരെല്ലാം അവരുള്ളം ഉരുകി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അവരരികിലേക്ക് ഈ നിമിഷം ഈശോ എഴുന്നള്ളി വരുന്നു. ഈ നിമിഷം അവരുടെ അരികിലേക്ക് ഈശോ ഇറങ്ങി വരും. നീ വിശ്വസിച്ചോ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. വിശുദ്ധ ബലിയുടെ ആഴങ്ങളിലേക്ക് 1 കൊറിന്തോസ് 6-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആർക്കാണ് വില നൽകിയതെന്ന് അറിയാത്തവർ ഇനിയും ഏറെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവപിതാവിനെയാണ് വില നൽകിയത്. എന്തുകൊണ്ട്? പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തി. മനുഷ്യർ ദൈവത്തിൻ്റെ നീതി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ വേതനം മരണമാകുന്നു. റോമ 6:23. മനുഷ്യരിലുള്ള പാപത്തെ അവഗണിച്ച് വിടുവാൻ, കാണാതിരിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവനീതി നിറവേറ്റപ്പെടണം. അതിനാൽ പുത്രനായ ഈശോ പിതാവിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തുവാൻ തൻ്റെ ജീവനെ വിലയായി അർപ്പിച്ചു. മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ 45-ാമത്തെ തിരുവചനം,
അവൻ തൻ്റെ ജീവനെ അനേകർക്ക് വേണ്ടി വീണ്ടെടുപ്പിൻ്റെ വിലയായി കൊടുത്തു, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കുവാൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ വില കൊടുത്ത് വാങ്ങിയത് മക്കളെ സ്വന്തമാക്കാനാണ്. വില നൽകിയത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ദൈവജനമേ, സ്വാർത്ഥത വെടിഞ്ഞ് ദുരാഗ്രഹത്തെ ഉപേക്ഷിച്ച് പാപത്തെ വെറുത്തുപേക്ഷിച്ച് ക്ഷമിച്ച് വിട്ടുകൊടുത്ത് വിശുദ്ധ ബലിയെ സ്നേഹിക്കുമ്പോൾ തന്നെ ഈശോ അവരിൽ ഇടപെട്ടിരിക്കും. ആ ദൈവമാണ് ഇന്ന് നമ്മോട് കൂടെയായിരിക്കുന്നത്. ആ തമ്പുരാനിലേക്ക് പൂർണ്ണമായി നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. നമ്മുടെ കുടുംബത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെ മക്കളെ, ബന്ധുമിത്രാദികളെ, നമ്മുടെ മാതാപിതാക്കന്മാരെ, രോഗത്താൽ വലയുന്ന മക്കളെ ഈശോയിലേക്ക് ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈശോ, നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസ തമ്പുരാനെ, ഏതെങ്കിലും മക്കൾ, കുടുംബങ്ങൾ അതിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ നിന്നിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം അപ്പാ ഈ നിമിഷം ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങളെ ഈശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ നിറയട്ടെ, 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 നിറയട്ടെ. ഈശോ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയട്ടെ, 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 നിറയട്ടെ. ആരാധന, 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 ആരാധന. ആത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഭാരത്താൽ കഴിയുന്ന മക്കളിലേക്ക് ഈശോ ഈ നിമിഷം എഴുന്നള്ളി വരണമേ. രോഗത്താൽ വലയുന്ന മക്കളിലേക്ക് തമ്പുരാനെ ഈ നിമിഷം എഴുന്നള്ളി വരണമേ. ഈശോയെ, മാനസികമായ സംഘർഷത്തിൽ മുഴുകിയിരിക്കുന്ന മക്കളിലേക്ക് ആശ്വാസമായ ഈ നിമിഷം നീ എഴുന്നള്ളി വരണമേ. ഈശോ എഴുന്നള്ളി വരണമേ. ആരാധന, ആരാധന, ആരാധന. ആത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈശോ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ആരാധന, 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 ആരാധന. ഈശോ ആരാധന, ആരാധന. ആത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈശോ നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയട്ടെ, 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 നിറയട്ടെ. കണ്ണുനീരോടെ കവിൾത്തടങ്ങൾ ഉണങ്ങിപ്പോയ, വറ്റി വരണ്ടു പോയ മക്കളിലേക്ക് ഈശോയുടെ സാന്നിധ്യ നിമിഷം കടന്നു വരികയാണ്. സഹായിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ടു പോയി കിടക്കുന്ന മക്കളുടെ അരികിലേക്ക് ഈ നിമിഷം ഈശോ കടന്നു വരികയാണ്. അവരെ ആശ്വസിപ്പിക്കുവാനായി, അവരെ വീണ്ടെടുക്കുവാനായി, അവർക്ക് സമൃദ്ധി നൽകുവാനായി അവരുടെ അരികിലേക്ക് ഈശോ കടന്നു വരികയാണ്. ആരല്ല ഈ നിമിഷം തമ്പുരാനെ ഉള്ളുരുകി വിശ്വസിക്കുന്നുവോ ആ മക്കളരികിലേക്ക് ഈശോ കടന്നു വരികയാണ്. ആരെല്ലാം മക്കളുടെ ഹൃദയം ഈശോയ്ക്കായി തുറന്നു കൊടുക്കുന്നുവോ ഈശോ ഈ നിമിഷം മക്കളിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരികയാണ്. ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നീ നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുക്കുക. നിന്റെ ദൈവികമായ ആവശ്യങ്ങളെ തമ്പുരാൻ്റെ ഇപ്പോഴത്തെ ഉള്ള കരങ്ങളിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഈശോ, നീ ഇതിനെ ഏറ്റെടുക്കണമേ. എൻ്റെ ഭാരത്തെ നീ ഏറ്റെടുക്കണമേ. എൻ്റെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ. ഈശോ ഏറ്റെടുത്തുകൊണ്ടതിനെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇടപെടുന്ന ദൈവമാണ് നമ്മോട് കൂടെയായിരിക്കുന്നത്. എന്തെന്നാൽ അവർ നിന്നും ജീവിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ, ആ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ഈശോയെ ഒന്ന് കാണുക, ഈശോയുടെ സ്വരമൊന്ന് ശ്രവിക്കുക. ഈശോ, എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്തുതിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ നിറയട്ടെ, 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 നിറയട്ടെ. ആരാധന, 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 ആരാധന. ആത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈശോ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയട്ടെ, 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 നിറയട്ടെ. മനുഷ്യരിൽ പാപമില്ലാതെ അപ്പാ വേറെ ഒന്നുമില്ല. ഈശോ, മക്കളെ കഴുകണമേ, വീണ്ടെടുക്കണമേ. ഈശോ, നിന്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. ആത്മാവേ നിറയട്ടെ, 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 നിറയട്ടെ. പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയട്ടെ. ആരാധന, 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 ആരാധന. കൃപയാൽ നിറയ്ക്കണമേ അപ്പാ, കൃപയാൽ നിറയ്ക്കണമേ. ഈശോ, കൃപയാൽ നിറയ്ക്കണമേ. ഈശോ, അവിടുന്ന് മക്കളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ കുറവുകളിലേക്ക് അവിടെ നീ നിമിഷം എഴുന്നള്ളി വരണമേ.